പാലക്കാട്ടെ ധോണിയിൽ നിന്ന് മയക്കുവെടിവെച്ച വനം വകുപ്പ് പിടികൂടി പരിപാലിക്കുന്ന കാട്ടാന PT7 വലത് കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടമായെന്ന റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണിപ്പോൾ. PT7 പിടികൂടുമ്പോൾ തന്നെ വലത് കണ്ണിന് കാഴ്ചക്കുറവ് ഉണ്ടായിരുന്നതായി കണ്ടെത്തിയിരുന്നു. അതിനാൽ കൂട്ടിലടച്ചതു മുതൽ ആനയുടെ കാഴ്ച വീണ്ടെടുക്കാൻ വനംവകുപ്പ് ആനയ്ക്ക് മരുന്നും നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി PT7 പരിശോധിക്കുകയും ചെയ്തു. ആനയ്ക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലെങ്കിലും ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടമായെന്ന് സമിതി കണ്ടെത്തുകയായിരുന്നു. തുടർന്നാണ് കൊമ്പന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഡോക്ടർമാർ റിപ്പോർട്ട് നൽകിയത്. ആനയെ പിടികൂടുമ്പോൾ വലത് കണ്ണിന് കാഴ്ചക്കുറവും ശരീരത്തിലാകെ പെല്ലറ്റുകൾ തറച്ച നിലയിലുമായിരുന്നു. വനത്തിൽ വെച്ച് പരിക്കേറ്റതോ എയർ ഗൺ പെല്ലറ്റുകൾ കണ്ണിൽ പതിച്ചതോ ആകാം കാഴ്ച നഷ്ടപ്പെടാൻ ഇടയാക്കിയതെന്നാണ് വനം വകുപ്പിന്റെ സംശയം. PT7 കൂട്ടിലടച്ചതിന്റെ അടുത്ത ദിവസം മുതൽ കാഴ്ചയുടെ മങ്ങൽ മാറാൻ മരുന്നും നൽകിയിരുന്നു. ഇത് പൂർണ്ണമായും ഫലം കണ്ടില്ലെന്നാണ് വനം വകുപ്പ് പറയുന്നത്. ആനയുടെ വലത് കണ്ണിന്റെ കാഴ്ച നഷ്ടമായതോടെ പാപ്പാന്മാർ ആനയുടെ ഇടതുവശത്ത് നിന്നാണ് ഇപ്പോൾ ഭക്ഷണവും വെള്ളവും നൽകുന്നത്. 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആനയുടെ കാഴ്ച യാതൊരു കാരണവശാലും സ്വാഭാവികമായ രീതിയിൽ നഷ്ടപ്പെടാൻ സാധ്യതയില്ല. 4 വർഷത്തോളം പാലക്കാട് ധോണി പ്രദേശത്തിന്റെ ഉറക്കം കെടുത്തിയ കാട്ടുകൊമ്പനായിരുന്നു പാലക്കാട് ടസ്കർ 7 അഥവാ PT7. ജനവാസ മേഖലയിൽ നിരന്തരം ആശങ്ക വിതച്ചിരുന്ന കൊമ്പനെ ജനുവരി 22-നാണ് മയക്കുവെടിവെച്ച് പിടികൂടി കൂട്ടിലാക്കുന്നത്. പിന്നീട് ആനയ്ക്ക് വനമന്ത്രി ധോണി എന്ന ഔദ്യോഗികമായി പേര് നൽകി. എന്തായാലും ആനയ്ക്ക് നിലവിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. പാപ്പാന്മാരോടും ധോണി ക്യാമ്പിലെ വനപാലകരോടും ആന നന്നായി ഇണങ്ങിയാണ് ജീവിക്കുന്നത്. ആനയ്ക്ക് കാഴ്ച നഷ്ടപ്പെട്ടതിന്റെ കാരണം കണ്ടെത്താൻ കൂടുതൽ പരിശോധന ആവശ്യമാണെന്നാണ് വനം വകുപ്പ് ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്.